അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയും ജപ്പാനും നേരിട്ടുള്ള രൂപേൻ വ്യാപാര സെറ്റിൽമെന്റുകൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. ഇത് ഇന്ത്യയും ജപ്പാനുമിടയിലെ നാഴികക്കല്ലായി മാറുകയാണ്. ഇന്ത്യയുമായി വ്യാപാരം ശക്തിപ്പെടുത്താനും ഇന്ത്യയിൽ നിക്ഷേപം ഇറക്കാനും തയ്യാറായിരിക്കുകയാണ് ജപ്പാൻ. അമേരിക്കയെ തകർക്കാനുള്ള ഇന്ത്യയുടെ ആയുധം. ഇന്ത്യയും ജപ്പാനും കൈകോർക്കുമ്പോൾ തകർത്തെറിയാനാകുമോ അമേരിക്കയെ? എങ്ങനെ അമേരിക്ക ഈ പരീക്ഷണത്തെ ചെറുക്കും? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഏഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയും ജപ്പാനും തമ്മിൽ സുപ്രധാന കരാറുകൾ ഒപ്പുവെച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാമ്പത്തിക സുരക്ഷ, ധാതുക്കൾ, പ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ഊർജം എന്നീ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ജപ്പാനും വ്യാപാരം നടത്തുന്നത് ഡോളറിലാണ്. ഇനി മുതൽ പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്താനാണ് ആലോചന. ഇത് സംബന്ധിച്ച നിർണായക കരാർ വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കും. ഇരു രാജ്യങ്ങളുടെയും ആദ്യത്തെ സംയുക്ത പ്രതിരോധ വികസന പദ്ധതിക്കും ഉച്ചകോടി സാക്ഷ്യം വഹിച്ചു. ജാപ്പനീസ് നാവികസേനയുടെ അത്യാധുനിക റേഡിയോ ആന്റിനയായ യൂണിക്കോൺ സംയുക്തമായി വികസിപ്പിക്കുന്നതിനുള്ള കരാറിലാണ് ഇന്ത്യയും ജപ്പാനും ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്നും സമുദ്ര സുരക്ഷയും പ്രാദേശിക സമാധാനവും ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ആരോഗ്യ മേഖലയിൽ ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ബയോടെക്നോളജി എന്നിവയിലേക്ക് സഹകരണം വ്യാപിപ്പിച്ചു. ഇന്ത്യയുടെ ഉൽപാദന ശേഷിയും ജപ്പാന്റെ ഗുണനിലവാരവും ഒത്തുചേരുന്നതിലൂടെ ലോകത്തിന് താങ്ങാനാവുന്ന ആരോഗ്യ പരിഹാരങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒപ്പുവെച്ച 120ഓളം പുതിയ ബിസിനസ് കരാറുകൾ വഴി $10 ബില്യൺ അധികം ജാപ്പനീസ് നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം ഇരട്ടിയാക്കാനും ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് 10 ലക്ഷം കോടി yen നിക്ഷേപം ആകർഷിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഊർജ്ജ സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യയും ജപ്പാൻ ബയോഗ്യാസ് ഇനീഷ്യേറ്റീവ് പ്രഖ്യാപിച്ചു. ഇതിലൂടെ ഇന്ത്യയിലുടനീളം 1000 ബയോഗ്യാസ് ജൈവവള പ്ലാന്റുകൾ സ്ഥാപിക്കും. ഇത് രാജ്യത്തിന്റെ ഹരിതോർജ്ജത്തിലേക്കുള്ള മാറ്റത്തെ വേഗത്തിലാക്കുകയും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്യും. സ്വതന്ത്രവും സമ്പന്നവും നിയമസാധുതയുള്ളതുമായ ഇൻഡോ പസഫിക് മേഖലയാണ് തങ്ങളുടെ മുൻഗണന എന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഉച്ചകോടിയിലെ പുതിയ ചുവടുവയ്പ്പുകൾ മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും വഴി തുറക്കുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒരു കാലത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക സഹായങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യ ജപ്പാൻ ബന്ധം ഇന്ന് സാങ്കേതിക വിദ്യയിലുടനീളം പ്രതിരോധ തന്ത്രങ്ങളിലൂന്നിയ ആഗോള കൂട്ടുകെട്ടായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കറൻസിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അമേരിക്കയ്ക്ക് വമ്പൻ തിരിച്ചടി നേരിടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായി, അമേരിക്ക ഇറാൻ ചർച്ചയിൽ ധാരണയിൽ എത്തിയിട്ടില്ല. ഇറാന്റെ പല കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അത്തരമൊരു തിരിച്ചടി അമേരിക്ക നേരിടുമ്പോഴാണ് വീണ്ടും ഇന്ത്യയും ജപ്പാനും കൈകോർക്കുന്നത്. എന്തായാലും ഈയൊരു കരാർ എത്തുന്നതോടെ അമേരിക്കൻ ഡോളറിന്റെ പ്രാധാന്യം കുറയുകയും ഡോളറിന്റെ ആവശ്യകത കുറയുകയും ഡോളർ മൂല്യം കുറയാൻ കാരണമാകുകയും ചെയ്യും. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയുമായി പ്രാദേശിക കറൻസി ഇടപാട് ചർച്ചകൾക്ക് ജപ്പാൻ തുടക്കമിട്ടത്. ഇപ്പോൾ കരാറിലേക്ക് എത്തുകയാണ് എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ വികസന കഥയിൽ ജപ്പാൻ പ്രധാനപ്പെട്ട ഏടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മോദിയെ ജ്യേഷ്ഠ സഹോദരനെന്ന് വിശേഷിപ്പിച്ച സനൈ തകൈച്ചി ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുമെന്നും വ്യക്തമാക്കി. രാഷ്ട്രപതി ഭവനിൽ സനായ് തകൈച്ചിക്ക് ഊഷ്മള സ്വീകരണം നൽകി. രണ്ട് രാജ്യങ്ങളിലെയും വ്യവസായികളുടെ യോഗത്തിലും ജാപ്പനീസ് പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യയുടെ കുറഞ്ഞ ചിലവിലുള്ള ഉൽപാദനശേഷിയും ജപ്പാന്റെ ഉയർന്ന ഗുണനിലവാരവും സമന്വയിപ്പിച്ച് ലോകോത്തര മെഡിക്കൽ ഉപകരണങ്ങളും ഔഷധങ്ങളും വികസിപ്പിക്കാനും കരാറിൽ ധാരണയായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം 120ലധികം പുതിയ ബിസിനസ് കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതിലൂടെ $10 ബില്യൺ നിക്ഷേപം ഇതിനകം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 10 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപ വാഗ്ദാനവുമായി ജപ്പാൻ രംഗത്തെത്തിയത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തന്ത്രപ്രധാന സഖ്യമായി ഇന്ത്യ ജപ്പാൻ ബന്ധം മാറിക്കഴിഞ്ഞു എന്ന് അടിവരയിടുന്നതാണ് ഈ സന്ദർശനവും പുതിയ കരാറുകളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കൂടാതെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ പിന്നിലാക്കി ഇനി മുന്നേറുമോ?
മോദിയുടെ കീഴിൽ വമ്പൻ വികസന സാധ്യതകൾ മുന്നിലുണ്ടോ? എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കുക? കാത്തിരുന്ന് കാണാം.